ഈ സിദ്ദിഖ് സൈഡിൻ്റെ സ്ഥലം അദ്ദേഹത്തിന് അത് 400 ഏക്കറോളം വരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാതെ, കാരണം തോന്നി വലിയ ആളുകൾ അവിടെ കയറി താമസം തുടങ്ങി. ഈ വിയറ്റ്നാം കോളേജ് സിനിമയിൽ ഒരു കഥ പോലെ ആയിപ്പോയി. അങ്ങനെ അദ്ദേഹം ഈ ഫാറൂഖ് കോളേജിന് അത് എഴുതി കൊടുത്തതാണ്. എന്തോ ആവട്ടെ, അവർ ഏറ്റെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഫാറൂഖ് കോളേജ് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ല. പിന്നെ കുറേ ആൾക്കാർ അത് ഈ ഫാറൂഖ് കോളേജ് തന്നെ ഒരു അഡ്വക്കേറ്റുമാർ 2 പേരെ ഏൽപ്പിച്ചിട്ട് അവർ ഈ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വിറ്റിട്ടുണ്ടാവും. ഇപ്പം നിൽക്കുന്ന ആളുകൾ ശരിക്കും പൈസ കൊടുത്ത് വാങ്ങിച്ച ആളുകളായിരിക്കും ഭൂരിപക്ഷം ആൾക്കാരും. അവർക്കാണ് ഇപ്പോൾ കെണി വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഉള്ള ആളുകൾക്ക് ഈ സ്ഥലത്ത് താമസിക്കാൻ ഒരിടം വേണ്ടേ? ഗവൺമെൻറ്റിന് ഇപ്പോൾ ഇനി അവർക്കൊരു സ്ഥലം കൊടുക്കാൻ പറ്റൂ? ഇത് വഖഫ് ബോർഡിൻ്റെ സ്ഥലമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അത് ഈ LDF ഗവൺമെൻറ് കാലഘട്ടത്തിലുള്ള വഖഫ് ബോർഡ് ചെയർമാനാണ് ഇദ്ദേഹം അത് വേഗം വഖഫ് ബോർഡിലേക്ക് എഴുതി ചേർത്തു. ഇപ്പോൾ ഒരു നിയമം വന്നല്ലോ, എല്ലാം സ്വത്തുക്കളും വഖഫ് ബോർഡിലേക്ക് ആക്കിയെടുക്കണം, നിങ്ങളുടെ പള്ളിയുടെ ഇതൊക്കെ എല്ലാ പള്ളികളും ഇതുപോലെ ചേർക്കാനുള്ളതൊക്കെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു നിയമം ഇപ്പോൾ വന്നിരുന്നു. ആ നിയമത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വഖഫ് ബോർഡിലേക്ക് എഴുതി ചേർത്തായിരിക്കും ഇവർ, വഖഫ് ബോർഡിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് വഖഫ് ബോർഡിൻ്റെ അല്ല, നമുക്ക് ഗവൺമെൻറ് 10 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞത്. വഖഫ് ബോർഡിൻ്റെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് തീരുമാനിക്കുകയാണല്ലോ, ഞങ്ങളുടെ ഇത് വഖഫ് ബോർഡിൽ അല്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം അവർക്ക് താമസിക്കുന്ന ആളുകൾക്ക് അതനുസരിച്ചിട്ട് അവരെ വിക്രയം ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി സ്ഥലം കോളേജ് എടുക്കട്ടെ, എങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചത്. ഇത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവർ LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നിയമിച്ച വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡിൻ്റെ ചെയർമാനുമാണ് ഇദ്ദേഹം. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ആളുകൾക്ക്, ഇപ്പോൾ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ സ്വന്തം സ്ഥലം നമ്മളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, ഇല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തോളം അവർക്ക് ആ സ്ഥലം ബാങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിൽക്കാനോ ഒക്കെ അവരുടെ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിൽ പിന്നെ അവർ വഴിയാധാരാവും. അപ്പോൾ അതിനൊരു പരിഹാരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിയമം. അപ്പോൾ അതിനൊരു പരിഹാരം വാശിയും വൈരാഗ്യം കളഞ്ഞ് അവർക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അത് അവർക്ക് തന്നെ കൊടുത്ത് ബാക്കിയുള്ള സ്ഥലങ്ങൾ അക്വിസിഷൻ ചെയ്ത് വഖഫ് ബോർഡിലേക്ക് ആക്കണം. ഈ താമസിക്കുന്ന ആളുകൾക്ക്, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ആ സ്ഥലം കിട്ടട്ടെ, അതല്ല ഏറ്റവും നല്ലത്. പിന്നെ അനധികൃതമായിട്ട് റിസോർട്ടുകളും എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് വിൽക്കുക, എന്തെങ്കിലും ചെയ്യുക.